നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂരിലെ LDFിൽ എന്താണ് സംഭവിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മേയർ MK വർഗീസും സുരേഷ് ഗോപിയും തമ്മിലുള്ള ആ വിവാദം തുടങ്ങുന്നത്. സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന MK വർഗീസ് അതിനുശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷവും ആ പുകഴ്ത്തൽ തുടരുന്നു. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നത്, MK വർഗീസിനെ പുകഴ്ത്തിക്കൊണ്ട്. ഇതിലെല്ലാമുള്ള അതൃപ്തി പിന്നീട് VS സുനിൽകുമാറിലൂടെ പുറത്തേക്ക് എത്തുന്നു. CPIക്ക് കടുത്ത അതൃപ്തിയാണ് അവിടെ തോൽവിക്ക് പോലും കാരണമായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറും ഒപ്പം LDFിന്റെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായിട്ടുള്ള CPIയും പറയുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ഈ മേയറെ പുറത്താക്കുക ഇല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നതിലേക്കൊന്നും LDF ആലോചിക്കുന്നില്ല. CPM ആ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ഉത്തരവും നൽകുന്നുമില്ല. ആ വിഷയമാണ് നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, ഇവിടെ രണ്ട് കാര്യമുണ്ട്. മേയറെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത്. ഒന്ന്, ഇത് സ്വതന്ത്ര മേയറാണ് എന്നുള്ളത്. അപ്പം അവർക്ക് CPMന്റെ ഒരു പക്ഷേ തീരുമാനം നേരത്തെ CPIയുടെ ഈ അതൃപ്തി പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമോ ഇല്ലെങ്കിൽ ഒരു താക്കീതോ ഒക്കെ കൊടുക്കാമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. താക്കീതിന് ശേഷവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരത്തിന് ശേഷം പോലും ഇത് തന്നെ തുടരുകയാണ്. MP എന്നതിനപ്പുറത്തേക്ക് ഭയങ്കര ആരാധന സുരേഷ് ഗോപിയോട് കാണിച്ചുകൊണ്ടൊക്കെയുള്ള പല പുകഴ്ത്തലുകളും കാണുന്നുണ്ട്. മറ്റൊന്ന്, CPI ഇത്ര വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നു. എന്തുകൊണ്ട് അത് കൃത്യമായിട്ടൊരു ചർച്ചയോ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നതിലേക്ക് പോലും തൃശ്ശൂരിലെ പാർട്ടി എത്തുന്നില്ല എന്നുള്ളത്. അല്ല, ഒന്നാമത്തെ കാര്യം CPIM തൃശ്ശൂരിലെ മേയറോട് എന്തുകൊണ്ട് കർശനമായി ചോദിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളെ മാറ്റുന്നില്ല പോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട, നേരത്തെ ധന്യ പറഞ്ഞ കാര്യമുണ്ട്. അതായത് CPIMന്റെ മെമ്പറല്ല ഇദ്ദേഹം. CPIMന്റെ പാനലിൽ മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിലോ പാർട്ടി സ്വതന്ത്രനായോ ഒന്നും മത്സരിച്ച് കൗൺസിലറായ ആളുമല്ല അദ്ദേഹം. അദ്ദേഹം കോൺഗ്രസിൻ്റെ വിമതനായിരുന്ന ആളാണ്. അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ ഒരു ഹങ് അസംബ്ലി അവിടെ വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിനോടാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഭരണസമിതി ഉണ്ടാക്കാം, CPMനോടല്ല. അപ്പോൾ കോൺഗ്രസിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മേയർ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. മേയർ സ്ഥാനം എന്തായാലും തരാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് ശട്ടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് വരുന്നു. CPMനെ സംബന്ധിച്ചൊരു ചാൻസ് ആയിരുന്നു. അവർ അദ്ദേഹത്തെ മേയറാക്കുന്നു, ഭരണസമിതി ഉണ്ടാക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് CPMന്റെ ഒരാളല്ല, വിമതനായ ഒരാളെ അപ്പോഴത്തെ ഒരു സന്ദർഭത്തിൻ്റെ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണസമിതി ഉണ്ടാക്കുകയും മേയറാക്കുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന വർഗീസിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പാരമ്പര്യമുള്ളതല്ല. ഇടതുപക്ഷ പാരമ്പര്യമുള്ളതല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യമാണ്. തൊഴിൽപരമായി അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹം എക്സ് മിലിറ്ററിക്കാരനാണ്, ചില പട്ടാളക്കാരനായിരുന്ന ആളാണ്. അപ്പോൾ വർഗീസ് എന്താണ് സുരേഷ് ഗോപിയോട് കാണിക്കുന്ന മമതയും സ്നേഹവും വാത്സല്യവും ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ ഈ എന്താ പറയുക, അതിദേശീയതാവാദത്തിലൊക്കെ വളരെ വേഗത്തിൽ ഒരുപക്ഷെ ചെന്നുപെടാൻ സാധ്യതയുള്ള ഒരു തൊഴിൽപരമായ പാരമ്പര്യമുള്ള ഒരാളാണ്. നമുക്ക് കേരളത്തിലെ എക്സ് മിലിറ്ററിക്കാരെയും ഇന്ത്യയിലൊക്കെ തന്നെ ആഘോഷിക്കപ്പെടുന്ന എക്സ് മിലിറ്ററിക്കാരൊക്കെ എടുത്താൽ അവരൊക്കെ ഈ അതിദേശീയതാവാദത്തിൻ്റെയും അതിൻ്റെ മൊത്തക്കച്ചവടക്കാരായിട്ടുള്ള BJPയുടെ ഒക്കെ ആളുകളായിട്ട് മാറുന്ന കാണുന്നുണ്ട്. അപ്പോൾ വർഗീസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല. കോൺഗ്രസിൽ നിന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, കോൺഗ്രസ് തന്നെ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന പല നിലപാടുകൾ, കോൺഗ്രസിന് തന്നെ ഒഴുകി BJPയിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ ചരിത്രം എടുത്താലും ഞെട്ടാനൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു CPMകാരനായ മേയർ ഇവിടെ BJPയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളതിനെ അഴിച്ചെടുത്ത് മാത്രമേ അതിനകത്തെ കാര്യങ്ങളെ കാണാൻ പാടുള്ളൂ എന്നുണ്ട്. അതവിടെ ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മേയറുടെ ഒരു നിലപാട് മാത്രമാണ് അവിടെ സുനിൽകുമാറിനെ തോൽപ്പിച്ചത് എന്ന് പറയുന്നതിൽ സത്യത്തിൽ വലിയ കഥയൊന്നുമില്ല. മേയർ തൃശ്ശൂരിലെ നല്ല വിഭാഗം മനുഷ്യർക്കിടയിൽ BJPക്കാരനല്ലാത്ത, BJPക്ക് പുറത്ത് നിൽക്കുന്ന മാനവസ്നേഹിയായ, മനുഷ്യരെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി തൃശ്ശൂരിൽ വികസനം കൊണ്ടുവരുന്ന ഒരു നന്മമരമായ സുരേഷ് ഗോപി എന്നതാണ് ആളുകൾക്ക് അവിടെ ഉണ്ടായ ഒരു ഫീൽ. ആ ഫീൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ BJPയുടെ രാഷ്ട്രീയ പദ്ധതി വിജയിച്ചു. അതിനെ ശരിയാവണ്ണം നേരത്തെ തിരിച്ചറിയുന്നതിനും തടുക്കുന്നതിനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞില്ല, UDFനും കഴിഞ്ഞില്ല. അതാണ് ശരിക്കും അവിടെ ഫാക്ടർ. അല്ലാതെ മേയർ പുകഴ്ത്തിയത് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 4 വോട്ട് പോയതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന അസസ്മെൻറ്റിൽ ഒരു കഥയുമില്ല. കേരളത്തിൽ പുതിയ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ BJP എടുക്കുന്നു. അതിൻ്റെ ഭാഗമായ ഒരു സുരേഷ് ഗോപിയെ പിക്ക് ചെയ്യുന്നു, അവിടെ കൊണ്ടുവരുന്നു. ഇപ്പോഴും ഒരു സുരേഷ് ഗോപിയെ BJPക്ക് പുറത്താണല്ലോ ശരിക്കും നിർത്തിയിരിക്കുന്നത്. സംസ്ഥാന BJPയായിട്ട് അസോസിയേറ്റ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പരാജയത്തിൻ്റെ കാരണം എന്നാണ് അതിൻ്റെ മൗലികമായ സംഗതി. ഇപ്പോൾ CPIയെ സംബന്ധിച്ച് അവർക്ക് വിചാരിക്കാത്ത പരാജയം ഉണ്ടായിപ്പോയി. സുനിൽകുമാർ എന്തായാലും വിജയിക്കുമെന്ന് അവർ വിചാരിച്ചു, സുനിൽകുമാറും വിചാരിച്ചു, അതുണ്ടായില്ല. അപ്പോൾ ആ പരാജയത്തിന് അവരെ സംബന്ധിച്ച് അവർക്ക് കാരണങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ആ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള റിസർച്ചിലാണ്. അതൊരു കാരണമായിട്ട് അവർക്ക് ഈ മേയറുടെ ഈ നിലപാടുകൾ എടുക്കാൻ പറ്റും. അതവരെടുക്കുന്നു. CPMനോട് വളരെ കർശനമായി ആവശ്യപ്പെടുന്നു.
CPM-നെ സംബന്ധിച്ച് 19 ഇടത്തും തോറ്റു നിൽക്കുകയാണ്. തോക്കുന്നതിന് പലതരത്തിലുള്ള പൊതുവായ കാരണങ്ങളും സ്പെസിഫിക് ആയിട്ടുള്ള ലോക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരു സുരേഷ് ഗോപിയുടെ ജയത്തിന് മേയറെ കാരണക്കാരനാക്കി അയാളെ എടുത്തു മാറ്റി കോർപ്പറേഷൻ ഭരണം കളയുക എന്നത് അബദ്ധമായിരിക്കും, എല്ലാ അർത്ഥത്തിലും അബദ്ധമായിരിക്കും. കാരണം അതിൻ്റെ എന്തുകൊണ്ട് CPM-ഉം ഇടതുപക്ഷവും തോറ്റു എന്നുള്ള കാരണം അന്വേഷിക്കുമ്പോൾ അതിൽ 1-മത്തെയോ 10-മത്തെയോ കാരണമല്ല തൃശ്ശൂരിലെ MC വർഗീസ് എന്ന മേയർ. അപ്പോൾ എന്തിനാ അവിടുത്തെ ഒരു കോർപ്പറേഷൻ ഭരണം കളയണം? അതുകൊണ്ട് CPI ഉന്നയിക്കുന്ന വിഷയം പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊന്ന് CPM-നെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, CPM ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങളെ പരിഗണിച്ചില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സെൻറ്റിമെൻറ്റ്സിനൊപ്പം നിൽക്കുകയും അതിനുവേണ്ടി കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നൊരു പ്രചാരണം അകത്തും പുറത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് കുഴപ്പമായത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് കാരണമായത് എന്ന് വിചാരിക്കുന്നു. അപ്പോഴാവട്ടെ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന, എന്ന് വെച്ചാൽ നല്ലവനായ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന, മനുഷ്യസ്നേഹിയായ സുരേഷ് ഗോപിയുടെ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് 4 നല്ല വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇതാ കോർപ്പറേഷൻ മേയറെ CPM മാറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ CPM സാധാരണക്കാരായ ഹിന്ദുക്കളുടെ പൂരപ്രേമികളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന സുരേഷ് ഗോപിക്ക് എതിരാണ് എന്നൊരു ക്യാമ്പയിൻ ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഡാമേജുകൾ പലതരത്തിലുള്ളതാണ്. അപ്പോൾ ഒരു ഹിന്ദു വിരുദ്ധമാണ്, പ്രേമികളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നൊക്കെയുള്ള നരേറ്റീവ് ഉണ്ടാവുന്നതിനെയും CPM രാഷ്ട്രീയമായി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിലയ്ക്കും മേയറുടെ കേസിൽ ഒരു റീവിസിറ്റ് CPM ആലോചിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ സുനിൽകുമാർ ഉയർത്തുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കാരണം ഏറ്റവും അവസാനം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഇടപെടലും അതുണ്ടായ വിവാദവും പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയെന്നും അത് സംഘപരിവാരം പ്രയോജനപ്പെടുത്തുന്നുള്ള വിമർശനം ആരുന്നയിക്കുന്നുണ്ട്? CPI-യും സുനിൽകുമാർ ഉന്നയിക്കുന്നുണ്ട്. അത് വളരെ വാലിഡായ വിമർശനമാണ്. അത് മേയർക്കെതിരായിട്ടുള്ള ലഘുവിമർശനം പോലെയുള്ള ഒന്നല്ല. കാരണം അവിടുത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തെ അതിൻ്റെ പ്രഭ കെടുത്താനും അത് അലങ്കോലമാക്കാനും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ സംഘത്തിന് കഴിഞ്ഞു. അതിന് പിന്നിൽ പോലീസിൻ്റെ ഇടപെടലുണ്ട്. പോലീസ് വളരെ ഡെലിബറേറ്റായി അതിനകത്ത് ഇടപെട്ട് കുഴപ്പമാക്കി എന്നുള്ളതാണ് ആരോപണം. അത് സീരിയസ് ആയിട്ടുള്ള ആരോപണമാണ്. അന്നത്തെ ആ വിവാദത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് അടക്കം ചെയ്തതാണ്. പോലീസ് അതിനകത്ത് എല്ലാ വർഷവും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നിൽ വളരെ പെട്ടെന്ന് പോലീസ് വന്ന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ ഒരു അലങ്കോല സാഹചര്യം ഉണ്ടാക്കുക, അത് സംശയാസ്പദമാണ്. അല്ലെങ്കിൽ തന്നെ പോലീസിനകത്ത് സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറം പോയി പ്രവർത്തിക്കുന്ന, സർക്കാരിനെ കുഴപ്പത്തിൽ ചാടിക്കുന്ന താല്പര്യക്കാർ ഉണ്ട് എന്നതൊരു വസ്തുതയായിരിക്കെ RSSൻ്റെ ആളുകൾ എന്താ പറയുക പോലീസിനകത്തുണ്ടെന്ന് അനിരാജ അടക്കമുള്ള ആളുകളും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികൾ വിമർശിച്ചിരിക്കെ ആ വിമർശനം സാധുവാണ്. സർക്കാരിനെ ഒരു നിർണായക സന്ധിയിൽ മറിച്ചിടാൻ ശേഷിയുള്ള ട്രോജൻ കുതിരകൾ അകത്തുണ്ടോ എന്നത് ഈ പൂരവുമായി ബന്ധപ്പെട്ട വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPM പരിശോധിക്കേണ്ടത് തന്നെയാണ്. മറ്റേത് CPM-ൻ്റെ കയ്യിലില്ലാത്ത ഒരു കാര്യമാണ്. MC വർഗീസിൻ്റെ മൊത്തം ഒരു പ്രവർത്തന ശൈലി നോക്കിയാൽ അദ്ദേഹം അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിൽക്കുന്ന ആളല്ല. അയാളോട് നമുക്ക് മതനിരപേക്ഷതയുടെയും സെക്കുലർ എന്താ പറയുക ഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞ് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ പവറിൻ്റെ സംഗതി മാത്രമേ CPM നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു തിരുത്തൽ ആ നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ല. തിരുത്തുന്നതിന് ഈ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് തന്നെ. അതാണ് അജിം നിഷാദ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നന്മപരം അവിടെ കൂടുതലായിട്ട് വർക്കായിട്ടുണ്ട്. മേയർ ഉൾപ്പെടെ ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അത് ഭീകരമായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ മേയറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് എന്ന് തോന്നുന്നു, ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ CPM ഒരു നിലപാടിലേക്ക് ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും ഇവിടെ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്, ശരി ഞങ്ങളുടെ കൂടെ നിൽക്കാം, നമുക്ക് കോർപ്പറേഷൻ ഭരിക്കാം എന്നതിലേക്ക് എത്തുമ്പോൾ എന്ത് നിലപാട് മേയർ എടുക്കും എന്നുള്ളതൊരു കാര്യം. ഇതിപ്പം CPM അല്ല ഇല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനായ മേയർ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ BJP ആണോ എന്നും ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷത്താണ്, ഞാൻ BJP-യിലേക്ക് പോകുന്നത് ആലോചിക്കുന്നേ ഇല്ല എന്ന് പറയുമ്പോഴും പ്രവർത്തനം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് കാര്യം? അത് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവില്ല. നിലവിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ 24-23 എന്നുള്ളതായിരുന്നു കക്ഷി നില. LDF-ന് 24, UDF-ന് 23. അപ്പോൾ MK വർഗീസ് അങ്ങനെയല്ല MK വർഗീസ് അയാൾ കോൺഗ്രസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ UDF-ൻ്റെ അടുത്ത് വന്ന് എനിക്ക് മേയർ സ്ഥാനം തരൂ, നമുക്ക് ഭരണം നിലനിർത്താമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ച് വളരെ തിരിച്ചടി നേരിട്ട ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തൃശ്ശൂർ പോലെ ഒരു കോർപ്പറേഷനിൽ MK വർഗീസിനെ മേയറാക്കിക്കൊണ്ട് ഭരണം നിലനിർത്താൻ കോൺഗ്രസും UDF-ഉം തീരുമാനിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണമല്ലോ. അങ്ങനെ ഒരു ആലോചന ഉണ്ട്. കാരണം UDF-നെ സംബന്ധിച്ച് ഒരു കോർപ്പറേഷൻ ഭരണമെങ്കിലും കിട്ടാതെ അവരെ സംബന്ധിച്ച് വലിയ ഗെയിനാണത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അയാളെ കൂടെ നിർത്തി, അയാൾ കോൺഗ്രസ്സുകാരൻ കൂടിയാണല്ലോ, അയാളെ കൂടെ നിർത്തി ഭരണം പിടിച്ചു കളയാം എന്ന് UDF-ഉം കോൺഗ്രസ് തീരുമാനിക്കാതിരുന്നത് ഇയാൾ MK വർഗീസ് ആയതുകൊണ്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ MK വർഗീസ് ഇപ്പോൾ അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് കോൺഗ്രസ്സുകാരനായ ആളാണ്. പക്ഷെ ഒരു 10 വർഷം മുമ്പ് വരെ MK വർഗീസിന് തൃശ്ശൂർ അങ്ങനെ ആരും അറിയുന്ന ഒരാളല്ല.
അതായത് അദ്ദേഹത്തിന് സല്യൂട്ട് കേസിലാണ് ഞാൻ LDF-നൊപ്പമാണ്, LDF രാഷ്ട്രീയമാണ് എൻ്റെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയവും അല്ല. അദ്ദേഹം ഞാൻ LDF രാഷ്ട്രീയത്തിനൊപ്പമാണ്. LDF രാഷ്ട്രീയത്തിനൊപ്പം 2020 മുതലാണ്. അതിനു മുമ്പുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും അത്ര പരിചിതനായ ഒരാളല്ല MK വർഗീസ്. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ കൺവിക്ഷനുകളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് അയാളെ പിടിച്ച് മേഖലാക്കാത്തത്. അപ്പോൾ നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു എക്സ് മിലിറ്ററിക്കാരാണ്, പട്ടാളത്തിന് വിരുന്ന ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ്. സ്വാഭാവികമായും കോൺഗ്രസ്സുകാരും ചിന്തിക്കും ഇയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം, 2020 ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ് ഇദ്ദേഹത്തെ മേയറാക്കുമ്പോൾ LDF-നുണ്ടായിരുന്ന ധാരണ ആദ്യത്തെ 2 വർഷം ഇയാളെ മേയറാക്കുക, അതിനുശേഷം ഉള്ള 2 വർഷം CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ മേയറാവുക, 1 വർഷം CPI-യെ മേയർ സ്ഥാനം ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ധാരണ. ആ ധാരണയിലിരുന്ന LDF 2 വർഷം കഴിഞ്ഞ്, അത് 2022 ആകുമ്പോഴേക്കും ഈ മേയറുടെ ആവശ്യപ്രകാരം തന്നെ, അത് CPM ആയിരിക്കുമല്ലോ തീരുമാനം എടുക്കുക, മേയറുടെ ആവശ്യപ്രകാരം തന്നെ അദ്ദേഹത്തിന് മുഴുവൻ സമയം തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ 1 വർഷമേ ഉള്ളൂ, അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് CPI പറയുന്നത് അടിയന്തരമായി ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ളത്. അതായത് CPI ആക്കണമെന്ന് പോലും അല്ല വി സുനിൽകുമാർ പറയുന്നത്. അപ്പോൾ CPIക്ക് അർഹതപ്പെട്ട 1 വർഷം വേണം എന്നല്ല സുനിൽകുമാർ പറയുന്നത്, അയാളെ മാറ്റണം എന്നാണ്. അയാളെ മാറ്റണം എന്ന് സുനിൽകുമാർ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. ഏപ്രിൽ 12-ാം തീയതിയാണ്, 3-ാമത്തെ ആഴ്ചയിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, 2ാം ഘട്ടം. ഏപ്രിൽ 12-ാം തീയതിയാണ് ഈ വർഗീസ് പറയുന്നത് സുരേഷ് ഗോപി കൊള്ളാം, നല്ല MP ആവാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണെന്നൊരു തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ അവിടുത്തെ കോർപ്പറേഷനിലെ മേയർ പരസ്യമായി പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് ഒരു അബദ്ധം പറയുന്നതോ സുരേഷ് ഗോപി നന്മമരായതുകൊണ്ടോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. MK വർഗീസ് അദ്ദേഹത്തെ കാണുന്നുണ്ട്. 2020 മുതലെങ്കിലും MK 1 കോടി രൂപ കോർപ്പറേഷന് സഹായ വാഗ്ദാനം ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പുകഴ്ത്തി പറയുകയാണ്. 1 കോടി രൂപ കോർപ്പറേഷന് വാഗ്ദാനം ചെയ്താണ്, അദ്ദേഹം തന്നു. ഓക്കെ, ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ എതിർ മുന്നണിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ LDF-കാരനാണെന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ്റെ മേയർ, അത് CPM LDF പിന്തുണയ്ക്കുന്ന ഒരു മേയർ പറയുക എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ വെറുതെ പറയുന്നതല്ല. അത് വർഗീസ് നന്മവരായതുകൊണ്ടോ സുരേഷ് ഗോപി നന്മവരായതുകൊണ്ടോ എന്നൊക്കെ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ നിഷ്കളങ്കതയാണ്. അങ്ങനെ വെറുതെ പറയുന്നതല്ല, അയാളത് ബോധപൂർവം മാധ്യമങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ പറയുന്നതാണ്. ആ പറയുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരണം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് ആരുടെ നിയമസഭാ സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ നിന്ന് ഇത് പ്രവചിക്കുന്നതൊന്നുമല്ല. ഈ നടന്നതൊന്നും നിഷ്കളങ്കമായ നടപടികളോ പ്രസ്താവനകളോ അല്ല. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാണ്. അതിന് ആരാണ് വില കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ CPM-ൻ്റെ ഒരു ധർമ്മസംഘടനയുണ്ട്. ഇപ്പോൾ അയാളെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ ഉപയോഗിക്കും. CPM-ന് എല്ലാ കാലത്തുള്ള ധർമ്മസംഘടന അത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യും. സംഘപരിവാറിന് RSS-ന് മരുന്നിട്ട് കൊടുക്കരുത്, അവർക്ക് ആയുധം കൊടുക്കരുത്. അങ്ങനെയല്ല രാഷ്ട്രീയം ചെയ്യണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായ നിലപാട് കൃത്യമായിരിക്കണം. ആ നിലപാടനുസരിച്ച് നടപടികൾ എടുക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുമ്പോൾ തിരുത്തും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നത് ജൂൺ 6-ാം തീയതി, ഇന്ന് ജൂലൈ ഇത്രയായി. എവിടെയാണ് തിരുത്ത് തുടങ്ങിയത്? എവിടെയാണ് തിരുത്ത് തുടങ്ങേണ്ടത്? അതായത് നാണം കെട്ട തോൽവി എന്ന് മാത്രമല്ല, BJPക്ക് ആദ്യമായിട്ട് ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടിയ തൃശ്ശൂരിൽ അവിടുത്തെ മേയർ ഇത്രയും വലിയൊരു രാഷ്ട്രീയ അട്ടിമറി, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, രാഷ്ട്രീയ അട്ടിമറി നടത്തി ഇത്രയും ദിവസമായിട്ടും ഒന്ന് ശാസിക്കാൻ പോലും CPM തയ്യാറായില്ലെങ്കിൽ, അത് അങ്ങനെ ശാസിച്ചു കഴിഞ്ഞാൽ അത് RSS മുതലെടുക്കുമെന്ന് CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ CPM-ന് ഒരിക്കലും ഇത്തരം ആളുകളെ തിരുത്താൻ കഴിയില്ല, സ്വയം തിരുത്താനും കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായി നേർക്കുനേരെ പറയേണ്ട ഒന്നാണ്. അവരത് മുതലെടുക്കും. ഇനി എന്ത് മുതലെടുക്കാൻ? അവർ ഓൾറെഡി മുതലെടുത്ത് കഴിഞ്ഞു. തൃശ്ശൂരിൽ മുതലെടുത്ത് കഴിഞ്ഞു. അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഇനി ആ അദ്ദേഹത്തെ ശാസിച്ചാൽ പൂരവിശ്വാസികൾ CPM-കാരെ തള്ളിപ്പറയും. അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം പറയേണ്ടത്. രാഷ്ട്രീയം പറയേണ്ടത് കൃത്യമായിട്ടായിരിക്കണം. ആ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാൽ ആരും വളച്ചൊടിക്കുകയില്ല, അതാരും ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് CPM മനസ്സിലാക്കും.